എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം. റമേഷോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇലക്ട്രിക് സ്കൂട്ടറുടെ കാലമാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. നേരത്തെയുള്ള ഒരുപാട് ബ്രാൻഡുകൾ അവർ ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിലവിലെ ഇലക്ട്രിക് സ്കൂട്ടറുകൾ പലതും അതിൻ്റെ ഒരു ഡിസൈൻ കൊണ്ട് പലർക്കും ഇഷ്ടമല്ല. കാരണം ഒരു ബ്രാൻഡിൻ്റെ പേരെടുത്ത് പറയുന്നില്ല, എന്നാൽ പോലും പല ആൾക്കാർക്കും ഒരു സ്കൂട്ടർ എന്ന് പറയുമ്പോൾ ഒരു ഡിഫറെൻ്റ് ഒരു കോൺസെപ്റ്റാണ്. ഇപ്പോഴും അവർ പഴയ ഡിസൈൻസിലൊക്കെ തന്നെ അല്ലെങ്കിൽ റെട്രോ സ്റ്റൈലൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് ആൾക്കാരുണ്ട്. അപ്പോൾ അവർ നോക്കുമ്പം ഇന്നത്തെ മോഡേൺ ആയിട്ടുള്ള വളരെ മെലിഞ്ഞിരിക്കുന്ന എന്നാൽ പവർഫുൾ ആയിട്ടുള്ള സ്കൂട്ടറുകൾ അവർക്ക് മനസ്സോട്ട് പിടിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് പലരും ഈ പറയുന്ന പോലെ ചില പെർഫോമൻസ് എഡിഷൻ ആയിട്ടുള്ള ബ്രാൻഡുകളായിട്ടുള്ള വാഹനങ്ങൾ എടുക്കാറില്ല. അപ്പം അവർക്ക് പറ്റിയൊരു വാഹനമാണ് പരിചയപ്പെടുത്തുന്നത്. അതായത് ഫാമിലിക്ക് പറ്റിയ ഒരു നല്ലൊരു ഇലക്ട്രിക് സ്കൂട്ടറാണ്. അപ്പോൾ ആ ഒരു സ്കൂട്ടർ ഈ ഇരിക്കുന്ന ആംപിയറിൻ്റെ നെക്സസ് എന്ന് പറഞ്ഞൊരു മോഡലാണ്. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് നീർമൻകരയായിട്ടുള്ള ഈ ആംപിയറിൻ്റെ ഷോറൂമിനുള്ളത്. അപ്പോൾ ഈ ഒരു ഷോറൂമിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആംപിയറിൻ്റെ സ്കൂട്ടേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ആംപിയർ എന്ന് പറഞ്ഞ ബ്രാൻഡ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കിയതിന് ശേഷം, കാരണം ഒരുപാട് ഇമ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ നടന്നിട്ട് ഇലക്ട്രിക് സ്കൂട്ടറുകൾ പലരും ഉണ്ടാക്കുന്നുണ്ട്, പല കമ്പനികൾ വരുന്നു, പല കമ്പനികൾ പോകുന്നു. പക്ഷേ ഇവരുടെ ഒരു പൈതൃകം എന്താണെന്ന് നോക്കാം. 164 വർഷം പഴക്കമുള്ള ഒരു കമ്പനിയാണ് ഈ പറയുന്ന ഗ്രീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രീവ്സിൻ്റെ തന്നെ ഇലക്ട്രിക്കൽ വാഹനങ്ങളുടെ ഡിവിഷനാണ് ആംപിയർ എന്ന് പറയുന്നത്. അപ്പോൾ അവർ നിർമ്മിച്ചിരിക്കുന്ന ഒരു വാഹനമാണ്. അപ്പോൾ ഇതിന് മുമ്പ് ഇവർക്ക് 1-2 മോഡൽസ് ഉണ്ടായിരുന്നു. നിങ്ങൾ മാഗ്നസ് എന്ന് പറയുന്ന സ്കൂട്ടർ കണ്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ പ്രൈമസ് എന്ന് പറയുന്ന മോഡൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു മോഡലാണ് ഈ പറയുന്ന നെക്സസ് എന്ന് പറയുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വാഹനമാണ്. കാരണം അത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു നട്ടോ ബോൾട്ടോ ഒന്നും പുറത്ത് കാണാനായിട്ട് വരത്തില്ല. അത്രയും ക്ലോസ്ഡ് ആയിട്ട് പാനൽ ഗ്യാപ്സ് ഒന്നും ഇല്ലാതെ നിർമ്മിച്ചിരിക്കുന്ന വളരെ ഭംഗിയുള്ള ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ് ഈ ആംപിയറിൻ്റെ നെക്സസ് എന്ന് പറയുന്നത്. 2 മോഡൽസ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. EX ST എന്ന് പറയുന്ന 2 മോഡലാണ്. നമ്മുടെ ഇവിടെ ഉള്ളത് ST എന്ന് പറയുന്നത് ടോപ്പായിട്ട് വരുന്നൊരു വാഹനമാണ്. ഇപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ 1,30,000 രൂപയോളാണ്. ഇപ്പോൾ ഓഫർ നടക്കുന്നതുകൊണ്ട് നമുക്ക് 1,19,000 രൂപയ്ക്ക് ഈ ഒരു വാഹനം നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അത് കുറച്ച് നാളത്തേക്കേ ഉള്ളൂ കേട്ടോ. അപ്പം വേറെ അട്രാക്റ്റീവ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിലയ്ക്ക് കിട്ടുന്ന ഈ വാഹനം ഒറ്റ ചാർജിൽ 136 കിലോമീറ്റർ സഞ്ചരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. കാരണം നമുക്ക് അറിയാം, നമുക്കിപ്പോൾ നിലവിലുള്ള മിക്ക ബ്രാൻഡ്സും ഈ പറയുന്ന 100 അല്ലെങ്കിൽ 120 വരെയൊക്കെ പോകുന്നുള്ളൂ. എന്നാൽ അവരുടെ പ്രൈസ് ബ്രാക്കറ്റ് കൂടുതലായിരിക്കും. എന്നാൽ ഈ ഒരു പ്രൈസ് ബ്രാക്കറ്റിൽ ഏറ്റവും എഫക്റ്റീവായിട്ട് റേഞ്ച് ഉള്ള ഒരു വാഹനമാണ് ഈ പറയുന്ന ആംപിയറിൻ്റെ നെക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ വാഹനത്തിൻ്റെ ലുക്സിലേക്കൊക്കെ നോക്കാം. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഇവരുടെ ഡിസൈനിന് കുറേ കാര്യങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട്. ആർട്ടിക് ടേൺ, അതായത് ഒരു പറക്കുന്ന പക്ഷിയാണ്, ആർട്ടിക് സമുദ്രത്തിൻ്റെ മുകളിലൂടെ പറക്കുന്ന ഒരു പക്ഷിയാണ്. ആ പക്ഷി എന്ന് പറയുന്നത് ഗ്ലോബൽ മൊബിലിറ്റിയുടെ ഇലക്ട്രിക് മൊബിലിറ്റിയുടെ ഒരു സിമ്പിളായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഡിസൈനിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈൻ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പാനൽ ഗ്യാപ്സ് ഒന്നുമില്ല. ഒരു നട്ടോ ബോൾട്ടോ നിങ്ങൾക്ക് കാണിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കത്തില്ല. അത്രയും ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് വന്നിരിക്കുന്നത്. അപ്പം നേരത്തെ നമ്മൾ ഇതിൻ്റെ മാഗ്നസിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് ഫാർ ബെറ്റർ ആയിട്ടുള്ള ഒരു ഡിസൈനിലേക്ക് ഉണ്ട്. കുറച്ചുകൂടെ ഭംഗിയുണ്ട്. എന്നാൽ റെട്രോ സ്റ്റൈല് ആ ഒരു സ്കൂട്ടറിൻ്റെ ഷേപ്പ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ലൈറ്റ്സിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള LED ലാംപ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ആംപിയർ എന്നുള്ളൊരു എഴുത്തും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ജസ്റ്റ് ഒന്ന് ഓണാക്കി ലൈറ്റ്സൊക്കെ എങ്ങനെയാണ് അത് കത്തുന്നത് നമുക്ക് നോക്കാം. കണ്ടോ, ശരിക്കും പറയാം ഇപ്പോഴത്തെ കാലത്ത് കാറുകളിനകത്തൊക്കെ DRL എന്നൊക്കെ പറയുന്ന പോലെ ഒരു ചെറിയ പോർഷനൊക്കെ അവിടെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ടെന്നുള്ളത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പം തൊട്ട് താഴോട്ട് വരികയാണെങ്കിൽ ആംപിയർ എന്ന് പറഞ്ഞാൽ ലോഗോ കാണാം. അവരുടെ ഒരു ലോഗോ ഒരു പ്രത്യേക രീതിയിൽ ഒരു ട്രയാങ്കുലർ ഷേപ്ഡ് ആയിട്ടുള്ള ലോഗോ ആണ്. അപ്പം ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനൊരു 4 ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു റെക്കോർഡിലെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലോഗോ വലിയൊരു ഒരു ഗ്രൗണ്ടിൽ വലിയൊരു ലോഗോ വാഹനം കൊണ്ട് തന്നെ വരച്ചു എന്നുള്ളതാണ്. അപ്പം ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൽ ആദ്യമായിട്ടാണ് അത്തരത്തിലൊരു ലോഗോ അല്ലെങ്കിൽ ഒരു അവാർഡ് പിറങ്ങുന്നത്. അത് താഴെ വരുമ്പോൾ നമുക്ക് നമ്പർ ബോർഡിൻ്റെ ഏരിയസൊക്കെ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഇവിടെ മഡ് ഗാർഡ്സ് കൊടുത്തിട്ടുണ്ട്. ടയേഴ്സിലേക്കൊക്കെ വരുമ്പോൾ മനോഹരമായിട്ടുള്ള ഒരു ടയേഴ്സും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അലോയ്സാണ് വരുന്നത്. ഫ്രണ്ടിൽ നമുക്ക് ഡിസ്ക് ബ്രേക്കുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ നമുക്ക് അവിടെ അതിൻ്റെ ഒരു ഷോക്ക് അബ്സോർവറും കാര്യങ്ങളൊക്കെ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബാക്കിലെ ഷോക്ക് അബ്സോർവറിനെ കുറിച്ചൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ പാറ്റൻ്റ് ആയിട്ടുള്ള ടെക്നോളജി വരുന്നത്. ഏകദേശം 9ഓളം പാറ്റൻറ്റുകൾ ഈ വാഹനത്തിന് കിട്ടിയിട്ടുണ്ടെന്നാണ് കമ്പനി പറയുന്നത്. അപ്പം ഇതാണ് ഫ്രണ്ടിലെ ലുക്ക് എന്ന് പറയുന്നത്. നമുക്ക് സൈഡിലേക്ക് ഒന്ന് വരുന്ന നോക്കാം. സൈഡിലേക്ക് വരുന്ന സമയത്ത് എടുത്ത് പറയേണ്ട കാര്യം യാത്രക്കാരുടെ സീറ്റുകളെ കുറിച്ച് വേണമെങ്കിൽ അത്യാവശ്യം ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും നീളമുള്ള വീതിയുള്ള സീറ്റുകളാണ് വരുന്നത്. അപ്പം കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റൈഡ് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അതുപോലെ ഈ ഒരു വശത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ആ ഒരു സ്കൾപ്റ്റഡ് ആയിട്ട് വരുന്ന അടിപൊളി ഒരു ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഇപ്പോഴത്തെ മോഡേൺ കാറുകളിനകത്ത് കണ്ടുവരുന്ന പോലെ ഈ അകത്തേക്ക് കയറിയാണ് ഈ പറയുന്ന ഫുഡ് പാക്കിൻ്റെയൊക്കെ പ്ലേസ്മെൻറ്റ്സ് കൊടുത്തിരിക്കുന്നത്. അപ്പം സൈഡിലെ ആണെങ്കിലും ഭയങ്കര എയറോഡൈനാമിക്കലായിട്ടുള്ള ഒരു ഡിസൈനാണ്. അപ്പോൾ എയറോഡൈനാമിക്സിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് പ്രത്യേകമായിട്ടൊരു കാര്യം പറയുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ കൂളിംഗ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകമുണ്ട്. ഈ പറയുന്ന പോലെ എയറോഡൈനാമിക്സ് എന്ന് പറയുന്നത് പ്രത്യേക രീതിയിലാണ് കൂളിങ്ങിനുള്ള എയറോഡൈനാമിക്സിനകത്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതൊരു പേറ്റന്റ് ടെക്നോളജിയാണ്. അതായത് ഈ വാഹനത്തിൻ്റെ ഈ ഒരു ഭാഗം നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ഫിന്ന് കാണാൻ പറ്റും. അതായത് ഒരു ചെറിയ ഓപ്പൺ ഏരിയ ഉണ്ട്, അത് ഫിൻസ് ഉണ്ട്.
അപ്പോൾ ആ ഫിൻസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ നിന്നുള്ള കാറ്റ് വാഹനത്തിൻ്റെ ഈ ബോഡിക്ക് അകത്തോടെ കയറി ഈ ടെഗ്ലൈൻ്റെ വഴി പുറത്തേക്ക് വരുവാണെങ്കിൽ ഈ വശത്തേക്ക് വരുന്ന സമയത്ത് ബീറോൾ ഇട്ട് കാണിക്കാം കേട്ടോ, കാരണം അത് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഈ ഹോൾ വഴി പുറത്തേക്ക് ഈ കാറ്റ് വരും. അപ്പം അകത്തിരിക്കുന്ന ബാറ്ററി തണുത്ത് വാഹനത്തിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് ഈ വാഹനത്തിൻ്റെ ബാറ്ററീസൊക്കെ ചൂടായിട്ട് വാഹനം പൊട്ടിത്തെറിക്കുക, തീ പിടിക്കുക എന്നൊക്കെയുള്ളതാണ്. അപ്പം അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കാനായിട്ട് ഡിസൈനിൽ തന്നെ ഫ്രണ്ടിൽ നിന്ന് തന്നെ വായു കയറ്റി പുറത്തേക്ക് വരുന്ന ഒരു ടെക്നോളജിയിലാണ് ഈ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സീറ്റ് നമ്മൾ ഉയർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് അത്യാവശ്യം വലിയൊരു സ്റ്റോറേജ് സ്പേസ് ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അതായത് നമുക്കൊരു വലിയ ഫുൾ ഫേസ് ആയിട്ടുള്ള ഒരു ഹെൽമെറ്റ് നമുക്ക് വെക്കാനായിട്ട് പറ്റും. അത്രയും ഡീപ്പറായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ചാർജേഴ്സ് ആണ് വരുന്നത്. ചാർജിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. 3.5 മണിക്കൂർ കൊണ്ട് ഈ വാഹനം നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ബാറ്ററിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 3 കിലോവാട്ടിൻ്റെ LPF ബാറ്ററിയാണ് വരുന്നത്. IP67 റേറ്റഡ് ആണ്. അപ്പം കുറച്ചുകൂടെ ലിഥിയം അയൺ ബാറ്ററീസൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ലൈഫ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ബാറ്ററീസാണ്. അപ്പം ഇത് കുറേ ചാർജിങ് കഴിഞ്ഞാലും ഇതിൻ്റെ ഒരു സൈക്കിളിൻ്റെ ഒരു ഈ പറയുന്ന പോലെ നമുക്ക് ആ ഒരു ബാറ്ററി കുറച്ച് കഴിയുമ്പോഴത്തേന് അത് ഡിപ്രീഷിയേറ്റ് ചെയ്ത് വരുമല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നം മറ്റേ ലിഥിയം അയണിനേക്കാളും കുറവായിരിക്കും. അതായത് കുറച്ചുകൂടെ ലൈഫ് കൂടുതലായിരിക്കും ഇത്തരം ബാറ്ററിക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് 25 ആംപിയറിൻ്റെ ചാർജസ് അക്സസറി ആയിട്ട് വാങ്ങിക്കാൻ പറ്റും. അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ചാർജിങ് അവേഴ്സ് 3.3 നിന്ന് നല്ല ഗണ്യമായിട്ടുള്ള രീതിയിൽ കുറയുന്നതായിരിക്കും. നമുക്ക് വീട്ടിൽ തന്നെ നോർമലി ചാർജ് ചെയ്യാൻ പറ്റുന്ന ചാർജസ് ആണ് വാഹനത്തിന് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നമുക്ക് വാഹനത്തിൻ്റെ ബാക്കിലേക്ക് വരാം. അപ്പം ഈ ഒരു സ്കൂട്ടറിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ബാക്ക് അല്ലെങ്കിൽ അതിൻ്റെ ബാക്ക് പ്രൊഫൈൽ ശരിക്കും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മുകളിൽ നോക്കുകയാണെങ്കിൽ Nexus ST എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ലൈറ്റ്സ് ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആ ലൈറ്റ്സ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇതൊരു പ്രത്യേക ഒരു സെഗ്മെൻറ്റിലാണ് ആ ഒരു ലൈറ്റ്സ് അവിടെ ഇട്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ നല്ല ഫെദർ ടച്ച്ഡ് ആയിട്ടുള്ള ഗ്രാബ് റെയിൽസ് ഈ വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. പുറകിലിരിക്കുന്നവർക്കും ഇപ്പോൾ ലേഡീസൊക്കെ ആണെങ്കിലും ഒന്ന് നല്ല ബലത്തിലൊക്കെ പിടിച്ചിരുന്ന് പോകാനുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന പോലെ വേറെ പ്രൊജക്ഷൻസ് ഒന്നും വണ്ടിയുടെ സൈഡിലോട്ടില്ല. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. കാരണം അനാവശ്യമായിട്ടുള്ള ഒരു ഡിസൈൻ എലമെൻറ്റും ഇല്ല, എല്ലാം കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്തിട്ടുള്ളൊരു ഡിസൈൻസാണ് വാഹനത്തിനകത്ത് പൊതുവെ കൊടുത്തിരിക്കുന്നത്. ഇനി വാഹനത്തിൻ്റെ ഈ ടയേഴ്സിൽ ബാക്കിലെ ടയേഴ്സിലേക്ക് വരുമ്പോൾ നമ്മളിതൊരു ഹബ് മോട്ടറാണെന്ന് വിചാരിക്കും. പക്ഷേ ഒരിക്കലും അല്ല, ബെൽറ്റ് ഡ്രൈവ് ആയിട്ട് വരുന്ന മിഡ് മൗണ്ട് ആയിട്ടുള്ള വരുന്ന മോട്ടറാണ് വരുന്നത്. മോട്ടർ എന്ന് പറയുമ്പോൾ 4 കിലോവാട്ടാണ് വരുന്നത്. 97 കിലോമീറ്റർ വേഗം ആർജിക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. പിന്നെ 5 റൈഡിംഗ് മോഡുകളുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് വരുമ്പോൾ നല്ല പെർഫോമൻസ് ഉള്ളൊരു വാഹനമാണ്. അപ്പം ഫാമിലി വാഹനം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ഈ പറയുന്ന പോലെ ഫാമിലി വാഹനം എന്ന് പറയുമ്പോൾ പെർഫോമൻസിന് ഇമ്പോർട്ടൻസ് കുറവാണെന്ന് വിചാരിക്കും. അങ്ങനെയല്ല, ഒടുക്കത്തെ പെർഫോമൻസ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഏകദേശം 16 ഡിഗ്രിയോളം ഇതിന് നമുക്ക് ഗ്രേഡിയൻ്റ് ഉണ്ട്. അതായത് നമുക്ക് കയറ്റം കയറുന്നതിനൊക്കെ പറഞ്ഞാൽ 16 ഡിഗ്രീസോളം ഇതിന് ഗ്രേഡിയൻ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് മെയിനായിട്ട് അവിടെ വരുന്നത്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങളുണ്ട്. ഇപ്പോഴത്തെ ഇലക്ട്രിക് സ്കൂട്ടറിലൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാം ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഇവരും ഒട്ടും കുറച്ചിട്ടില്ല. 7 ഇഞ്ചിൻ്റെ 7 ഇഞ്ചിൻ്റെ TFT ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അതും നല്ല ക്വാളിറ്റിയുള്ള നല്ല ഡിസ്പ്ലേ ആണ് വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. അത് ഓണാക്കി വരുമ്പോൾ ആംബിയർ ടൈം ടു ടേക്ക് ചാർജ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഡിസ്പ്ലേ ഒക്കെ അവിടെ വരുന്നുണ്ട്. അപ്പം നമുക്ക് നാവിഗേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ ലെവൽസ് ഉണ്ട്, ബാറ്ററി ലെവലും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഒരു കളറും ആംബിയൻസും ഒക്കെ മാറ്റാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ ഭയങ്കര റെസ്പോൺസീവ് ആണ്. വെയിലുള്ള സമയത്താണല്ലോ നമുക്ക് കാണാനായിട്ട് പറ്റും. കാരണം ബ്രൈറ്റ്നസ് അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഇനിയിപ്പോൾ രാത്രിയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ലൈറ്റ് കൂടിയിട്ട് നമുക്ക് റൈഡിങ്ങിനൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കാണ്ട് അതിൻ്റെ ഡിസ്പ്ലേ അത് ബ്രൈറ്റ്നസ് കുറയ്ക്കുന്നതായിരിക്കും. അപ്പം അത്തരം കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സേഫ്റ്റിക്കൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ശരിക്കും ബോഡി എന്ന് പറയുന്നത് സൂപ്പറായിട്ടുള്ള സേഫാണ്. കാരണം ഇതിൻ്റെ ഒരു എക്സോസ്കെലിറ്റൻ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ബലവത്തായിട്ടുള്ള ഡിസൈൻ, അതും ഏതോ ഒരു പേറ്റൻറ്റഡ് ആയിട്ടുള്ള ഒരു സംവിധാനമായിട്ടാണെന്ന് ആംബിയർ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാഹനം നമുക്ക് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് നെർമങ്കരയുള്ള ആംപിയറിൻ്റെ ഷോറൂമിലാണ്. നേരെ ഇങ്ങോട്ട് വന്ന ടെസ്റ്റ് ഡ്രൈവ്സ് ഉണ്ട്. പിന്നെ വാഹനത്തിൻ്റെ വിലയാണെങ്കിൽ ഇപ്പോൾ ഓഫർ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരു വാഹനം കരസ്ഥമാക്കാനായിട്ട് പറ്റും. ഒരു എന്താ പറയുന്നത്, ഒരു റെട്രോ സ്റ്റൈലുള്ള ഭംഗിയുള്ള ഒരു ഫാമിലി ആയിട്ടുള്ള വരുന്നൊരു വാഹനമാണ്. അപ്പോൾ അത്യാവശ്യപ്പെട്ട കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കവർ ചെയ്യുന്നതാണ് വിചാരിക്കുന്നത്. അപ്പം ഇപ്പം മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തേക്ക് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഞാനിതൊന്ന് ഓടിച്ച് നോക്കിയാണ്. അപ്പോൾ അടുത്ത ദിവസം ഒന്ന് ഓടിക്കാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ബ്രാൻഡിനെ കുറിച്ചൊന്നും പേടിക്കേണ്ട. നേരത്തെ പറഞ്ഞ പോലെ ഒരു 164 വർഷം അത്രയും പഴക്കമുള്ള ഒരു ബ്രാൻഡുകളാണ്. കാരണം ഓൾറെഡി ഗ്രീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു ബ്രാൻഡാണ്. അപ്പോൾ ഞാനിത് ഇത്ര ധൈര്യത്തോടെ ഈ ഒരു വാഹനം ഓടിക്കാൻ പറയുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച നാട്ടിൽ പോയപ്പോൾ എൻ്റെ ഒരു പ്രായമുള്ളൊരു ടേബിൾ ഫാൻ വീട്ടിലുണ്ട്. അത് ക്രോംപ്ടൺ ഗ്രീവ്സിൻ്റെ ആയിരുന്നു. അതായത് ക്രോംപ്ടനുമായിട്ട് അവർക്ക് ടൈപ്പ് ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു ഫാനാണ്. അപ്പം ഭയങ്കര ചൂടുള്ളൊരു സമയമാണല്ലോ കഴിഞ്ഞ ആഴ്ചയൊക്കെ. അപ്പോൾ ആ ഒരു സമയത്തും ഈ ഒരു ഫാനും കൂടെ വെച്ച സമയത്ത് ഞാൻ അമ്മയെ ഇങ്ങനെ പറയായിരുന്നു, എത്രയോ വർഷങ്ങൾ 35 വർഷമായിട്ട് ഈ ഫാൻ ഒരു കംപ്ലൈൻറ്റും ഇല്ലല്ലോ എന്ന് പറയായിരുന്നു. അപ്പം അത്രയും നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ്, ഹൈയസ്റ്റ് ആയിട്ടുള്ള റിലയബിലിറ്റി ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വരാം. അപ്പം ഇങ്ങനത്തെ കമ്പനികളൊക്കെ ഇവർ ആദ്യം ഇറക്കിയ 2 മോഡൽസ് ഉണ്ട്. അപ്പോൾ അതിനകത്തുനിന്നുണ്ടായ കുറേ ഫീഡ്ബാക്കുകൾ കൊണ്ട് ഏറ്റവും പുതിയ ഈ ഒരു വാഹനം സൃഷ്ടിക്കുമ്പോൾ
അന്നുണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും മാറ്റി വെച്ചിട്ടാണ് ഈ ഒരു പുതിയൊരു ബ്രാൻഡ് കൊണ്ട് പുതിയൊരു വാഹനം വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാഹനമൊക്കെ ഇപ്പോൾ റെഡിലി പർച്ചേസിന് അവൈലബിൾ ആണ്. ഇതിന് തൊട്ട് താഴെയുള്ള മോഡൽസിനായിട്ട് 4 മാസത്തോളം വെയിറ്റിംഗ് പീരീഡ് ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. ഇപ്പോൾ നിലവിൽ ഇവിടെ വന്ന് നിങ്ങൾ പെട്ടെന്ന് അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ബുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇത് എവിടെയാണെന്നുള്ളതല്ല, നെർമിൻകരയിലുള്ള ആംബിയറിൻ്റെ ഷോറൂമാണ്. ഗ്രീക്കോസ് എന്നാണ് ഈ ഒരു ഷോറൂമിന് പേര്. ഇവർക്ക് വർഷങ്ങളായിട്ട് ഏകദേശം 28 വർഷങ്ങളായിട്ട് ഗ്രീവ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഉള്ള ആൾക്കാരാണ്, സ്പെയർ പാർട്സിൻ്റെ. അപ്പം ആ കമ്പനിയൊക്കെ ആയിട്ട് ഇവർക്കൊരു ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ ഇവർക്കും ഒരു ഉത്തരവാദിത്വം ഉണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് വന്ന് വാങ്ങിക്കാൻ പറ്റുന്നൊരു ഇലക്ട്രിക് സ്കൂട്ടർ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ബ്രാൻഡാണ്. അല്ലെങ്കിൽ ആംബിയർ നോക്കുന്ന ഇവരായതുകൊണ്ട് ഈസിലി നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിലും അവർ പരിഹരിച്ച് തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വാഹനം നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് കമൻസോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ സജഷൻസിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുവരെ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്തില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ കണ്ടുപിട്ടാം. സോ ദിസ് ഈസ് റോബിൻ സൈനിങ് ഫ്രം റോമേഷ് ഷോ.